ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷ കൃഷ്ണമൂർത്തി. ഞാൻ തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ചേരുവകൾ ചെറിയ ഉള്ളി, വെണ്ട, പിന്നെ കുമ്പളങ്ങയുടെ കഷ്ണം എല്ലാം കൂടെ കുറച്ചിട്ടിട്ട്, പരിപ്പില്ലാതെയാണ്. പരിപ്പ് ഒരല്പം തേങ്ങ വറക്കണം. പിന്നെ അതിനകത്ത് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഉലുവ കുറച്ച് പരിപ്പ് വറക്കുന്നതിലേക്ക് ഇടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ജീരകവും കൂടെ ഇടണം. അപ്പോൾ തുടങ്ങാം നമുക്ക്. വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, ഒരു ചെറിയ പിഞ്ച് കായം, ശേഷം അല്പം ഉലുവ, ജീരകം. അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ കുറച്ചുകൂടെ ഇടാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ മൂപ്പിച്ചെടുക്കാം. അതിനൊപ്പം നമുക്ക് ഈ പരിപ്പും കൂടെ ഇടാം. ഇതെല്ലാം കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ വറക്കാനിട്ടത് ബ്രൗൺ നിറം ഇളം കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ കരിയാതിരിക്കാനാണ് ഞാൻ മാറ്റി വച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് വെണ്ടയും ചെറിയ ഉള്ളിയും വഴറ്റാനിടാം. തേങ്ങയെ മാറ്റി കഴിഞ്ഞ് ചെറിയ ഉള്ളിയും തേങ്ങ വറുത്ത് കോരി മാറ്റി ജാറിലോട്ട് വെച്ച് അരയ്ക്കാൻ. എന്നിട്ട് ചെറിയ ഉള്ളിയും വെണ്ടയും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുമ്പളങ്ങ കൂടി ഇടാം. കുമ്പളങ്ങയുടെ കഷ്ണം കൂടി ഇടാം. ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഒന്ന് അടച്ച് വെക്കാം. തേങ്ങ ജാറിലോട്ട് മാറ്റി അരച്ചെടുക്കാം. അതിലേക്ക് വറുത്ത് പൊടിച്ച മല്ലി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. തുറന്ന് നോക്കാം. ഇളക്കിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നു. ഈ കുമ്പളങ്ങയുടെ കഷ്ണമൊക്കെ ഒന്ന് വേകണമല്ലോ. വലിയ കഷ്ണമായതുകൊണ്ട് തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ഞാൻ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച വെള്ളം മാത്രമേ ഒഴിക്കാവൂ. തണുത്ത വെള്ളം ഒഴിച്ചാൽ ഈ വാടി വന്നിരിക്കുന്ന വഴറ്റിയെടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് സ്റ്റിഫായി പോകും. അതുകൊണ്ടാണ് തണുത്തത് ഒഴിക്കരുതെന്ന് പറയുന്നത്. ഈ കഷ്ണങ്ങളെല്ലാം വെന്ത ശേഷം നമുക്ക് ഒരു ചെറിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി ഇടാം. അത് കഴിഞ്ഞ് നമുക്ക് മസാല അരച്ച് വെച്ചത് കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉപ്പിടാം. ഉപ്പിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തക്കാളി ഒന്ന് വാടി വരട്ടെ. അടച്ച് വയ്ക്കാം. അരപ്പ് റെഡിയാണ്. അരപ്പിലേക്ക് നമുക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടെ മിക്സിയുടെ
ജാറിലൊഴിച്ചിട്ട് നമുക്ക് അടുപ്പത്തൊഴിച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഇതെല്ലാം ഒന്ന് തിളച്ച് ഈ അരപ്പെല്ലാം കഷ്ണങ്ങളിലൊന്ന് പിടിക്കും. കുറച്ച് ചൂടുവെള്ളം. അപ്പോൾ അരപ്പ് തിളച്ച് വരുന്നുണ്ട്. ഒരല്പം ചൂടുവെള്ളം കൂടെ ചേർത്തൊഴിച്ചു. നമുക്ക് ഒരല്പം കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ വഴറ്റുമ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതുകൂടെ ഇരിക്കട്ടെ. ഉപ്പെല്ലാം പാകമാണോ നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ഉപ്പിടാം. ഇങ്ങനെ എൻ്റെ തീയൽ റെഡിയായി. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിലെ ഓൾ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.